കുഞ്ഞോള് വന്നോ? പഠിച്ചോനെ, ഞാൻ മീൻ പൊരിച്ചിട്ടില്ലല്ലോ. കുട്ടിയെ, തുണി കുപ്പായം കഴിച്ചിട്ട് വാവട്ടോ. ഞാൻ അപ്പക്കിനെ മീൻ പൊരിച്ചട്ടെ. ഫ്രിഡ്ജിൽ വെള്ളമൊന്നും വെച്ചിട്ടില്ല. പഠിച്ചോനെ, ഞാനത് മറന്നിക്കണ്. ഞാനേ നേരത്തെ വെക്കണം എന്ന് കരുതി. ജയ് കുളിച്ചു വാവേ. അപ്പക്കിന് ഞാനേ ഫ്രീസറിൽ വെള്ളം വെക്കാം. അപ്പക്കിന് അത് തണുത്തോളൂ. ചോറിന് എന്താ കൂട്ടാണ്ടാക്കിക്കണേ? ഉണ്ടാക്കിയത് സാമ്പാർ ഉണ്ടാക്കി വെച്ചിക്കണ. പിന്നെ മീൻ ഇപ്പം ആകും. സാമ്പാറോ? എനിക്ക് സാമ്പാറൊന്നും വേണ്ട. കുഞ്ഞോളെ, എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഉമ്മ ഉണ്ടാക്കി വെച്ചിരിക്കണത്. തേങ്ങയൊക്കെ വറുത്തരച്ചിങ്ങാണ് ഉണ്ടാക്കിക്കണേ. ഒന്ന് ടേസ്റ്റ് നോക്കാം. എനിക്ക് ടേസ്റ്റ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കിക്കണേ, വേറെ ആരുമല്ലല്ലോ. അപ്പൊ എനിക്കറിയാം അതിന്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എന്നാ എനിക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ പറയേ. എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ അത് ഞാൻ എന്റെ കൂടി കഴിയുമ്പോ ഉണ്ടാക്കി വെക്കാം. വേണ്ട, ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തോളാം. ഓക്ക് പറ്റൂലെങ്കിൽ ഓള് തിന്നണ്ട. ഓക്ക് വേണമെങ്കിൽ ഓളന്ന് ഉണ്ടാക്കി തിന്നോട്ടെ. മനുഷ്യനായാലേ നന്ദി വേണം. ഓളെ ഞാൻ ജോലിക്ക് വിട്ടതേ ഈ അടുക്കളയിൽ ഓളെ ജീവിതം കടന്നുകൊണ്ട് തൊലയുണ്ടെന്ന് കരുതിയിട്ടാ. കുറെ പഠിച്ചതാണല്ലോ. അപ്പോൾ ഓക്ക് അതൊരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഈ അടുക്കളയിൽ ഇങ്ങനെ കഴിച്ചു വിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഓളെ ഞാൻ ജോലിക്ക് വിട്ടത്. അല്ല ഓള് ജോലി ചെയ്ത് കണ്ട് കൊണ്ടുവന്നുകൊണ്ട് ആ സമ്പാദ്യം കൊണ്ട് സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. ഓളെ ഞാൻ ജോലിക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയാണ്ട് ഓളിനോട് ചോദിച്ച് എല്ലാ സമ്മതം പറഞ്ഞ സമയത്തേ ഞാൻ ഓളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ജോലിക്ക് പോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി നേരത്തെ നീച്ച് എന്ത് ചെയ്യണം, ഉമ്മനെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓള് ചെയ്യണ നേരെ വിപരീതമായിട്ടാണ്. രാവിലെ ജോലിക്ക് പോകാൻ നേരത്ത് നീക്കുക, എന്നിട്ട് നേരം വൈകി എന്ന് പറയാ. പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് പെട്ടെന്ന് പോവുക. വന്നാലും അതേമാതിരി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അവളോടിപ്പോൾ ഇങ്ങനെ പറയാണ്ടായ കാര്യം. ഒന്നും ഉണ്ടാതൊക്കെ കുട്ടിയെ, ഇത്ര പറയാൻ മാത്രമൊന്നുമില്ലല്ലോ. അപ്പൊ അത് ഓക്ക് ഇഷ്ടപ്പെട്ട എന്താ വെച്ചാ ഓള് വിളിച്ചു പറഞ്ഞോട്ടെ. ഒരു ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരൂലേ? 4 പോറല്ല മനുഷ്യന്മാര് കേൾക്കും. ഓൾക്ക് എന്തേലൊക്കെ കിട്ടാൻ കാത്തുത്തിരിക്കാം മനുഷ്യന്മാര്. എന്താ പഠിച്ചോനെ, കുട്ടി മാറ്റിയിട്ടില്ലേ? ബസ് വരാനേക്കട. യൂണിഫോം ഒക്കെ വേഗം പോയി മാറ്റിക്ക. ഇല്ല മമ്മ, ബസ് വരാനാവുന്നുള്ളൂ. ആണോ? എന്താ മമ്മ കൂട്ടുണ്ടാക്കിക്കണേ? ഉമ്മാന്റെ കുട്ടിക്ക് കേങ്ങ് പൊരിച്ചത് ഉണ്ടാക്കി വെച്ചിക്കണ്. ആ മമ്മ, നെല്ലിക്ക് ഉപ്പിലിട്ടത് നാരങ്ങ വെക്കണം. നാളെ കൊണ്ടുപോയിട്ട് എന്റെ ഫ്രണ്ട്സൊക്കെ ഇഷ്ടമായിരിക്കും. ഇഷ്ടമായിക്കണോ? നമ്മ വെക്കട്ടോ. പഠിച്ചോനെ, ഉമ്മാന്റെ കുട്ടി വേഗം പോയി മാറ്റിക്ക. അല്ലെങ്കിൽ ഇനി ബസ് വരുമ്പോഴേ ഒരു തിരക്കേക്കാരം. വേഗം ചെന്ന് മാറ്റി വിട്ടി. അനോ, മമ്മാന്റെ കന്നഡ ഉണ്ടാവും ആ മേശമ്മേ. അത് എടുത്തോടുന്ന. കന്നഡ വെക്കാതെ ഈ തെയ്ത്തൊന്നും തരണേണില്ല. ഏത് മേശമ്മയാണ് മമ്മ? അതെ, ഉമ്മാന്റെ കുട്ടിന്റെ ബുക്ക് വെച്ചിട്ടില്ലേ, ആ മേശമ്മ ഉണ്ടാവും. അനിയോ, ഉമ്മാന്റെ കുട്ടിക്ക് കിട്ടിയോ? ആ എന്താ പഞ്ച കാലിന് പറ്റിയത്? 2 ദിവസമായിട്ട് ഇപ്പൊ വരുത്തൊക്കെ കൂടിക്കാണല്ലോ. എത്ര മരുന്ന് കുടിച്ചിട്ട് ഇപ്പൊ ഇത് മാറി കിട്ടണില്ലല്ലോ. കുഞ്ഞോളെ, ആ കോയമ്പേടെ വെച്ചിക്കണേ? എനിക്കറിയോ? മനുട്ടിയാന്ന് തെരഞ്ഞു നോക്കാ. തുടങ്ങി തള്ളന്റെ കോയമ്പും മരുന്നും മുക്കിടി. കൊറേ നേരം ഇരുന്നാലേ നീച്ചാനൊരു ഇടങ്ങാറാണ്. കാലോട് നീച്ചാൻ വെക്കണില്ല. എവിടെ ഇപ്പൊ അത് വെച്ചിക്കണത്? കുഞ്ഞോളെ, മനുട്ടി ഒന്ന് തെരഞ്ഞു നോക്കാ. എവിടെ വെച്ചിക്കണെന്നുള്ള ഒരു ഓർമ്മയില്ല. മാണിങ്ങാണ് എടുത്തോളെ. അതിന് മാത്രല്ല വലിയ കുഴപ്പമൊന്നുമില്ല ഞങ്ങളെ കാലിന്. എവിടക്കപ്പ ഈ കുട്ടി പോയത്? കുളിച്ചാനായിട്ട് കേറിയോ കുളിമുറിക്ക്? കുളിച്ചിട്ട് കുളിയൊന്നും കേൾക്കണില്ലല്ലോ. കേൾക്കുന്നില്ലേ? എന്താ ഇജ്ജ് കേട്ടില്ല എന്റെ അമ്മമ്മ വിളിച്ചത്? ഇജ്ജ് പോയി എടുത്തെടുത്തോക്കാൻ എനിക്കും പറ്റുമല്ലോ എടുത്തെടുക്കാന്. ഓ ജോ എൻ്റെ ഒരു മമ്മി. എന്താ പറഞ്ഞ അമ്മ, നിങ്ങൾ വിളിച്ചീനോ? ഞാൻ വിളിച്ചീനു. ഉമ്മച്ചി കുളിച്ചാ തോന്നുന്നുണ്ട്. വിളിച്ചിട്ട് കുളിയൊന്നും കേൾക്കണില്ല. കൊറേ നേരമായി വിളിച്ചാൽ തുടങ്ങിയിട്ട്.
ഉമ്മച്ചി കുളിച്ചൊന്നല്ല, അവിടെ ഫോണുമ്മ കളിച്ച് കുത്തിരിക്കുന്നുണ്ട്. ഫോണുമ്മ കളിച്ചിരിക്ക. അല്ല നിങ്ങളിപ്പോ എന്തിനാ വിളിച്ചീനെ? ഞാൻ വിളിച്ചത് എന്താ വെച്ചാലേ മമ്മാനെ കോയമ്പുണ്ടാവും, അവിടെ എവിടെ വെച്ചുകൂടെന്ന് വെച്ച് ഓർമ്മ കിട്ടണില്ല. മറ്റേ അതൊന്ന് തെരഞ്ഞെടുത്ത് കൊടുന്ന. എന്തല്ലേ മമ്മ? ഈ കോയമ്പ് തന്നെയാണ്. നല്ല കോയമ്പാണ്. മറ്റൊട്ട് ഇതൊന്നും തേച്ചെന്നാ. എന്നിട്ട് ഇവിടെ ഈ ഞെരിയാണ്ട് ഇവിടെ പെരും വേദനയാണ്. തേച്ചുങ്ങാണ്ടേച്ച് നാളെ ഉഞ്ഞന്നിട്ടിച്ച് നല്ല വേദന ഉണ്ടായിരുന്നു. ഇവിടെ ഈ എല്ലിന്റെ അവിടേക്ക് ഇങ്ങോട്ട് നല്ല വേദനയാണ്. അവിടേക്കും തേച്ചുങ്ങാണ്ടൊന്നും ഉഞ്ഞന്നാണ് മറ്റി തേരെടുത്താ മതി. ഇവിടെ തന്നെയാണ്, ഈ എല്ലിന്റെ അവിടെയാണ് നല്ല വ്യത്താണ്. പതുക്കെ ഉറക്കണം ഉജ്ജല്ലേ. ആ കുട്ടി പഠിച്ചിട നേരത്ത് ആ തള്ളന്റെ ഒരു കോയമ്പേ ചൊരിഞ്ഞൊടുക്കല്. ഡാ എനിക്ക് പഠിക്കാനൊന്നുമില്ലേ? എഴുതാനുള്ളത് ഞാൻ നേരത്തെ എഴുതിയിരിക്കുന്നു. എഴുതാനുള്ളതല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, പഠിക്കാനൊന്നുമില്ലേ? ഞാൻ പഠിച്ചോണ്ട് ഇപ്പൊ വരാം. എന്നോടേ മര്യാദക്ക് വരാനാ പറഞ്ഞത്. എൻ്റെ ഒരു കോയമ്പേ ചൊരിഞ്ഞൊടുക്കല്. കുട്ടിയെ ഇന്നിപ്പോ എന്താ നേരത്തെ കട അടച്ചോ? ഇന്ന് നേരത്തെ ഒന്നല്ലേ, കടയൊക്കെ സാധാ അടക്കുന്ന ടൈമിൽ തന്നെ അടച്ചിക്കണേ. 10:30 മണിയായി സമയം. 10:30 നേരം. എടാഞ്ച കാലിന്റെ വേദന മാറിയിട്ടില്ലല്ലോ, എപ്പോഴും ഉണ്ട് ആ വരുത്തം. എവിടെ കാലിന് വേദന? ഈ ഞെറിയാണ്ട് എവിടെയാണേ, ഇവിടെ പെരും വേദനയാണ്, ഒരു കുറവുമില്ല അതിന്. പെരിന്തൽമണ്ണ നല്ലൊരു ഡോക്ടർ ഉണ്ട് ഓർത്തോന്റെ, അവിടെ ഒന്ന് പോയി കാണിച്ചാലോ? പെരിന്തൽമണ്ണ എല്ലിന്റെ ഡോക്ടർ. അതൊന്നും മാണ്ട കുട്ടിയെ. ഇന്റെ കാലിനെ എന്താക്കിയിട്ടും കാര്യമില്ല. എത്രങ്ങാനും ഗുളിക മരുന്ന് അപ്പൊ അതിന് കുടിച്ചത്. ഇനിയിപ്പൊ അതിനെ ഒരാസ്പത്രിക്ക് ഒന്നും പോകച്ച് വെച്ച ആ കൊയമ്പുണ്ട്. ആ കൊയമ്പ് അങ്ങനെ തേച്ചുങ്ങാണ്ടേ ആ കൊയമ്പ് തേക്കുമ്പോ ഒരു ഭേദമുണ്ട്. കൊയമ്പ് ഇതൊന്നും തേച്ചോണ്ടൊന്നും കാര്യമായില്ല. അത് പിന്നെ വേദന മാറണ്ടേ. വേദന മാറണമെങ്കിൽ അതിന് ഡോക്ടറെ തന്നെ കാണണം. നല്ല ഡോക്ടറെ കണ്ടെങ്കിലേ അത് ശരിയാവുള്ളൂ. അതായത് നിങ്ങൾ കൊയമ്പ് തേക്കുക, അതായത് ഞാൻ വേദന അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നല്ലൊരു അതിനൊരു സമാധാനം കിട്ടണമെങ്കിൽ അത് എന്നും അത് ശരിക്കും മാറണം എന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഡോക്ടറെ കാണണം. അതിനിപ്പോ ഇത്ര നേരം ഇഞ്ഞേരിയനു. അപ്പൊ ഓന് പഠിച്ചാണ്ട് ഇറങ്ങാണ്ട് എന്നെ അമ്മ വിളിച്ചു. അപ്പൊ ഓന് അങ്ങനെ പോയി. ഒഴിച്ചുമ്പോ നല്ല ഭേദമാണ്. ഈ വേദന സഹിച്ചതിനൊരു പരിധി ഇല്ലേ? എപ്പോഴും ഇങ്ങനെ വേദന വേദന പറഞ്ഞാണ്ട് കുത്തിരുന്നിട്ട് എന്താ കാര്യം? നല്ലൊരു ഡോക്ടറെ പോയി കാണിക്കുക. അത് പെരിന്തൽമണ്ണ ഒരു ഡോക്ടർ ഉണ്ട്, അവിടെ പോവാ. നിങ്ങക്ക് ചോറൊന്നും വേണ്ടേ? ഇതാ വരണു. ഇപ്പൊ ഞാൻ കിടക്കാൻ പോവാണ്. ഇപ്പൊ വന്നാ ഞാൻ വിളമ്പിത്തരാം, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഒറ്റക്ക് വിളമ്പി വെച്ചേണ്ടി വരും. എന്താ എനിക്ക് ഉമ്മാനോട് ഞാൻ വർത്താനം പറയുമ്പോ എനിക്ക് ഒരാളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിന്റെ അടിയിൽ ഇങ്ങനെ കാര്യങ്ങൾ ഒച്ചമുടി ഉണ്ടാക്കിക്കൊണ്ട് ഉമ്മാക്ക് തീരെ സുഖല്ല. ഉമ്മാന്റെ കാലിന് വേദനയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അറിയണമൊന്നുമില്ലേ? കുറച്ച് ദിവസം ലീവ് എടുത്തുള്ള പണിയില്. ഞാൻ ലീവ് എടുക്കൊന്നുമില്ല. അങ്ങനെ തോന്നുമ്പോ ലീവ് എടുക്കാനൊന്നും പറ്റൂല. ഉമ്മാക്ക് വേറെണ്ടല്ലോ മക്കള്. ഉമ്മ അവിടെ പോയി നിന്നോട്ടെ. നിങ്ങള് മാത്രം ഉമ്മാക്ക് മകന്. എന്താ തെറ്റ് പറഞ്ഞേ? ഉമ്മാക്ക് വേറെണ്ടല്ലോ മക്കള്. ഇതൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് 1.5 വയസ്സ് പ്രായമാകുന്ന സമയത്ത് ഞങ്ങളെ വാപ്പ മരിച്ചിട്ട് ഞങ്ങളെ 4 മക്കളിൽ ഒരു ഇതും ഇല്ലാതെ പോറലും ഇല്ലാതെ പോറ്റി വളർത്തിയാണ് ഞങ്ങളെ അമ്മ. ആ അമ്മക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ ആ അമ്മനെ ഞങ്ങൾ കൊണ്ടുപോയി നോക്കണ്ടേ? ഉമ്മ ഞങ്ങൾക്ക് വേണ്ടിങ്ങാണ്ട് കഷ്ടപ്പെട്ടൊരു മനസ്സത്തെയാണ്. ഇത്രയും കാലമായിട്ട് ഇപ്പോഴും ഞമ്മക്ക് വേണ്ടിങ്ങാണ്ട് തന്നെയാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ കെട്ടിയിട്ട് ഇക്കോലത്തിൽ പറയുമ്പോൾ ഉമ്മക്ക് അത് കേൾക്കുമ്പോൾ എത്ര വിഷമം ഉണ്ടാവും. ഇപ്പോൾ ഞമ്മക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് എത്ര പ്രതീക്ഷയിലാണ് വളർത്തിയുണ്ടാക്കുന്നത്. ആ കുട്ടി വലുതായി ഓനൊരു പെണ്ണ് കെട്ടി ഓൻ്റെ പെണ്ണുങ്ങൾ എന്നോട് അങ്ങനെ പറയുമ്പോൾ അനക്ക് എത്ര വിഷമം ഉണ്ടാവും എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ഞാൻ ഉമ്മാനൊന്നും പറയൂല. പിന്നെ വേറെ കാര്യം,
ഇജ്ജൊരു കാര്യം മനസ്സിലാക്കണം. ഇമ്മാരെയും വാപ്പാരെയൊന്നും വെറുപ്പിച്ചിട്ട് ഒരു മക്കളും ഇവിടെ നേടിയിട്ടില്ല. അപ്പൊ ഉമ്മാരെയും വാപ്പാരെയൊന്നും വെറുപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നമുക്കൊരിക്കലും ഒരു നേട്ടം ഒരാൾക്കും ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഈ മനസ്സിലാക്കണം. ഇല്ല കാക്കോ, ഞാൻ ഇമ്മാനെ ഒന്നും പറയില്ല. ഞാനും അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതല്ലേ. സോറി ട്ടോ.